Krishna's color key. Let's talk, let's chat, and let's enjoy. ഹായ് ഓൾഫ്യൂ കൃഷ്ണാസ് കൊളിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് എൻ്റെ കൂടെ സംസാരിക്കാനായിട്ട് ഇന്നത്തെ ടോക്കിൽ എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്, സുനിത നോയർ. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം സുനിത. സുനിത നോയൽ നല്ല പേരാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആക്ച്വലി സുനിത ടീച്ചർ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. കാരണം കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നു ടീച്ചർ. പക്ഷെ നമ്മൾ സുനിത ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം, നല്ല നല്ല ഉത്തരങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡാൻസറാണ് ഒന്ന് അല്ലേ, കൊറിയോഗ്രാഫറാണ്. ഇപ്പം എത്ര സിനിമയിൽ കൊറിയോഗ്രാഫി ചെയ്തു? റീസെൻ്റ്ലി ഞാനൊരു മൂവിയിൽ കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു. ഫസ്റ്റ് ടൈമാണത്. കൃഷ്ണപ്രിയ മാമിൻ്റെ ആലി എന്ന മൂവിക്ക് വേണ്ടിയാണ്. അതെൻ്റെത്. ഓക്കെ, ഇതിന് മുമ്പേ വേറെ മൂവി കൊറിയോഗ്രാഫി കൊറിയോഗ്രാഫി ചെയ്തിട്ടില്ല, പക്ഷെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഏത് മൂവിയായിരുന്നു? അത് ബോബി, നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ മോൻ അഭിനയിച്ചത് മീയയും കൂടിയിട്ടുള്ള ഒരു മൂവിയിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പൊ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ക്യാമറക്ക് മുമ്പിൽ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആരായിട്ടായിരുന്നു അഭിനയിച്ചത്? അതില് മിയ ഉണ്ട്, പിന്നെ ഞങ്ങള് നൈബേഴ്സ് ആണ്, കുറച്ച് ലേഡീസ്, ഒരു കുശുംബി. പിന്നെ ആൽബംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ 10 ആൽബം ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഈ റൊമാൻറ്റിക്കും അത് ഇതൊക്കെയാണ്. മറ്റേ നമ്മുടെ സംഭാഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര ഈസി ആയിരുന്നു. മ്യൂസിക്കൽ ആൽബംസ് അല്ലേ? അപ്പൊ അത് ഫസ്റ്റ് ആൽബം ഏതായിരുന്നു? എന്റെ മെമ്മറി ഉണ്ട്. എത്ര കൊല്ലമായി? അതൊരു 8 വർഷമായി. കനല് പോലൊരു പ്രണയം, അത് നമ്മുടെ വി.ടി. മുരളി സാറ്, നമ്മൾ ശ്രീവത്സൻ സാറാണ് ഡയറക്ടർ ആയിരുന്നത്. നമ്മുടെ സുജാത പാടിയിട്ട്, നമ്മുടെ എന്താ പറയാ, സുജാത ചേച്ചി പാടിയിട്ടുണ്ട്. രാഘവൻ മാഷിന്റെ അവർക്ക് വേണ്ടി നമ്മൾ കിട്ടിയതിന്റെ ഒരു ഇത്, അവരുടെ സ്മാരകം പണിയാനായിട്ട് നമ്മളത് കൊടുത്തു. 1 lakh നമുക്ക് കിട്ടിയത് അങ്ങനെ കൊടുത്തു. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഒരു സഹായം അല്ലെ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും, ഒരുപാട് ഉപകാരപ്പെടും എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആദ്യത്തെ കിട്ടിയ ഒരു വരുമാനമായിരുന്നു അത്, ചാരിറ്റി ആയിട്ട് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പൊ ഒരു ഹാപ്പിനെസ് കിട്ടി. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ആ മൊമെന്റ്സ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ വരുമാനം ചാരിറ്റി ആയിട്ട് കൊടുത്തു. സിനിമയിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്, കേൾക്കട്ടെ. സെക്കൻഡ് മൂവി ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണൻ മാമിന്റെ, എന്റെ കൂടെ ചെയ്തത്, അതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആക്ച്വലി അറിയാലോ, ഒരു ലേഡി ഡയറക്ടറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിള്. പിന്നെ എനിക്കത് നല്ലൊരു വേഷം കിട്ടി. ഡാൻസിൻ്റെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കൊറിയോഗ്രാഫി ചെയ്യാനും പറ്റി. അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെയ്തു. അതെ, നായകന്റെ 2-3 സോങ്സ് ഉണ്ട് കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട്. കല്യാണ ബന്ധു വീട്ടിലേക്കുള്ളത് ചെയ്യുക, റിലേറ്റീവ് ആയിട്ട് കൂടെ അഭിനയിക്കാനും കൂടെ സാധിച്ചു ഡാൻസ്. അത് ഓക്കെ, അതിപ്പോ എന്റെ കൂടെയല്ല. മറ്റേ ചെയ്ത സിനിമയുടെ പേര് പറഞ്ഞില്ലല്ലോ. ആദ്യം ചെയ്തത് ബോബി, രണ്ടാമത് ആലി. ഓക്കെ, ബോബിയില് മിയായിരുന്നു. പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതൊന്ന് പഠിക്കണമായിരുന്നു. കാരണം എനിക്ക് വളരെയധികം കുറവുകളുണ്ടായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ല. ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചമ്മൽ, ഇത്രയും ക്രൂ നിൽക്കുമ്പോഴൊക്കെയുള്ളൊരിത് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ അതിനുശേഷം ആൽബംസ് ഒക്കെ ചെയ്തും അതൊക്കെ ചെയ്ത് ഇങ്ങനെ, പിന്നെ ഈ സെക്കൻഡ് മൂവി ആയപ്പോഴേക്കും കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു. സിനിമാ വിശേഷം നമ്മൾ സംസാരിച്ചു. എനിക്കറിയേണ്ട ഇനി ഡാൻസിനെ കുറിച്ച്. ഏതൊക്കെ ഡാൻസാണ് പഠിച്ചിട്ടുള്ളത്? ഈ കുഞ്ഞിലെ തുടങ്ങി ഡാൻസിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം ഇനി പഠിപ്പിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പാരൻസിന്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തൊക്കെ ചെയ്തു. പിന്നീട് ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ശരിക്കും പഠിക്കാൻ തുടങ്ങി. ഡിഗ്രിയൊക്കെ എടുത്തത് ഹസ്ബൻഡിൻ്റെ ഒരു പെർമിഷനോടുകൂടി, ആളുടെ സമ്മതത്തോടു കൂടിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-25 വർഷം കഴിഞ്ഞു. ഈ എന്താ പറയുക, അത്രയും കുട്ടികളെ ദൈവം അനുഗ്രഹിച്ച് പഠിപ്പിക്കാൻ പറ്റി. ആദ്യം കോയമ്പത്തൂരും ചാണ്ടികളിലൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ചെയ്തു. എയർഫോഴ്സിലായിരുന്നു ഹസ്ബൻഡ്. ഷാർജയിൽ വന്നിട്ട് എത്ര കാലമായി ഇവിടുത്തെ ജനങ്ങളുമായിട്ട്? അതായത് നമ്മൾ തന്നെ മലയാളികളാണ് അല്ലേ, എല്ലാ പരിപാടിയിലും മലയാളികൾ ഉണ്ട്. മലയാളി സമൂഹമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? 17 വർഷത്തോളമായി വന്നിട്ട്. ധാരാളം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റി. ഒരു 10,000 പേരോളം ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. കുറേ പേർക്ക് മലയാളി സമാജം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനും
അവരുടെയൊക്കെ പ്രോഗ്രാം ചെയ്യാനും ഇപ്പോഴും ഓരോരോ അസോസിയേഷൻ ആൾക്കാരെല്ലാം വന്നിട്ട് അവർക്ക് വേണ്ടി പ്രോഗ്രാം പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി കൊറിയോഗ്രാഫി ചെയ്ത് കൊടുത്തിട്ട് അതും വേറെ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും 2 മക്കളും എനിക്കൊരു കുഞ്ഞ് പൂച്ചക്കുട്ടിയുണ്ട്. മോള് നല്ല ഡാൻസറാന്ന് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. കാര്യം എൻ്റെ സിനിമയിൽ മോള് അഭിനയിച്ചിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു എനിക്ക് തരാൻ പറ്റിയ ഒരു നല്ലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കലും റിസ ഇങ്ങനെ നന്നായി ഡാൻസ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. റിസ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോങ് റിലീസൊക്കെ ആകുമ്പോഴത്തേക്കും അത് അവൾക്ക് ശരിക്കും നല്ലൊരു പബ്ലിസിറ്റി ആവുമെന്ന് ഞാൻ വിചാരിക്കണം. റിസയും എൻ്റെ മോനും രോഹനും നല്ലോണം ഡാൻസ് ചെയ്യും. പിന്നെ റിസയുടെ കാര്യം അറിയില്ല, അവൾ ഡൗൺ സിൻഡ്രോം കുട്ടിയാണ്. പക്ഷേ അവൾ വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നന്നായി ഡാൻസ് ചെയ്യും. കുറേയധികം പ്രോഗ്രാമും അവൾ വഴിയാണ് കൂടുതൽ ഞങ്ങളെല്ലാവരും അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? കുറച്ച് പിള്ളേരൊക്കെ പഠിപ്പിക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും പ്രോഗ്രാംസ് എല്ലാ മാസവും അവൾക്കൊരു പ്രോഗ്രാം ഉണ്ടാവും. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ഓണം ആൽബം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവം കൂടെ ഒന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഓണത്തിന് വേണ്ടി ചെയ്ത പുതിയ ആൽബം എന്താ പറയുക, വളരെ ഭംഗിയുള്ളൊരു ആൽബം. അത് ആക്ച്വലി ഞാൻ തന്നെ ഈ പറഞ്ഞ പോലെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നു. അതെല്ലാവരും കാണുമ്പോൾ അത് അറിയാം. പിന്നെ ഈ ചൂടത്തും ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്ത് അത്ര ചൂടായിരുന്നു. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. 50+ ഡിഗ്രി ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഇത്. നമ്മുടെ ഡയറക്ടർ ആൾ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടറും ലിറിക്സും എല്ലാം. അപ്പം എല്ലാവരും കാണണം. ഒരു സ്ത്രീ എന്ന രീതിയിൽ കലാപരമായിട്ട് സിനിമയിൽ സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ബഹുമാനത്തെക്കുറിച്ച് ടീച്ചറിൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ഈ UAE കലാകാരന്മാർക്ക് വളരെയധികം മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഓടി വരും, ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യും. കുട്ടികളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ മറന്നുപോയ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പനും അമ്മയൊക്കെ ഓടി വന്ന് എൻ്റെ മോളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മ. അവരൊക്കെ വലിയ കുട്ടികളായിട്ടുണ്ടാവും. പക്ഷേ അവരങ്ങനെ വന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ തരുന്ന നമ്മളോട് കാണിക്കുന്നൊരു ബഹുമാനത്തിൻ്റെ ഒരു ഇതാണ് നമ്മളൊരു ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുന്നതും. ശരിക്കും നല്ല ഒരു എന്താ പറയുക, പ്രോത്സാഹനമാണ് നമുക്ക് UAE നിന്ന് കിട്ടുന്നത്. റിസയ്ക്ക് ആക്ച്വലി എന്താണ് അവളുടെ കണ്ടീഷൻ എന്താണ്? എൻ്റെ മോളുടെ കാര്യം അറിയാലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെ നോട്ടവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. പക്ഷെ അവളൊരു കലാകാരി ആയതിനു ശേഷം നാട്ടിലാണെങ്കിലും ചില ആൾക്കാരൊക്കെ ഓടി വന്ന് മോളെ ഞാൻ കണ്ടിട്ടുണ്ട് TV ഒരു ഫോട്ടോ എടുത്തോട്ടെ. അത് ചില ചുരുക്കം ആൾക്കാരട്ടാ. പക്ഷെ UAE മിക്ക ആൾക്കാരും അവളെ കാണുമ്പോൾ അവളുടെ അടുത്തേക്ക് നല്ല രീതിയിൽ തന്നെ വരാറുണ്ട്. മോൾക്ക് എന്താ ആക്ച്വലി അവള് ഡൗൺ സിൻഡ്രോം കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രോബ്ലം ഉണ്ട്, കളയണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ റിസ്കിൽ ഞാൻ പ്രസവിച്ചോളാം, ഞാൻ കളയുന്ന പ്രശ്നമില്ല. അന്ന് ഞാനൊരു തീരുമാനം എടുത്തതാണ്. എത്രാമത്തെ മാസമായിരുന്നു? 5ാമത്തെ മാസം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ തലയാണ്, കൊച്ചിന് പ്രോബ്ലം ഉണ്ടാവും, സരിത ഹോസ്പിറ്റലിൽ എറണാകുളത്ത് വെച്ച്. അപ്പോൾ അവർ ആദ്യം എയർഫോഴ്സ് ഹോസ്പിറ്റലായിരുന്നു. അവിടെയും ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലൊന്ന് ചേഞ്ച് ആക്കിയത്. അങ്ങനെ സരിത ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത്രയും കണ്ട് ചെറിയ തലയാണ്, കൊച്ചിന് ബുദ്ധിക്ക് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു 5 മാസമായി കൊച്ചു വയറ്റിൽ ഇത്രയും പ്രശ്നം ചാടി കുത്തി മറിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാൻ പ്രസവിക്കും കൊച്ചിനെ, ഞാൻ തന്നെ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സുനിത നോയൽ എൻ്റെ അതിഥിയായി വന്നതെന്ന് അറിയോ? എ പ്രൗഡ് മദർ. റിസ എന്ന് പറയുന്ന ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞിനെ മനോഹരമായ നല്ലൊരു കുട്ടിയായിട്ട്, കുട്ടി മാത്രമല്ല നല്ല നർത്തകിയായി ഒരു കരിയർ വരെ ഉണ്ടാക്കിയെടുത്തു അവർ. അപ്പോൾ ഈ അമ്മയ്ക്ക് നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കണം. കാര്യം സ്ത്രീ എന്നുള്ളത് മാത്രമല്ല, ഉപേക്ഷിക്കാതെ ആ മകളെ ഈ സമൂഹത്തിന് മുമ്പിൽ വളർത്തുകയും മറ്റുള്ളവർക്ക് മാതൃകയാകുകയും ചെയ്തു. അപ്പം നമുക്ക് ഇന്ന് എൻ്റെ ഒരു ബിഗ് ക്ലാപ്പ് ഉണ്ട് സുനിതയ്ക്കായിട്ട്. താങ്ക് യു. ഓരോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം ഇത്രയും നല്ലതായിട്ട് മക്കളെ വളർത്താനും അവർക്കൊരു കരിയർ ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞ സുനിത ഇന്നത്തെ ഹീറോയാണ്. താങ്ക് യു സോ മച്ച്. സമൂഹത്തിൽ നമ്മളൊരു നന്മയായി മാറുക, നല്ലൊരു അമ്മയായി, നല്ലൊരു സ്ത്രീയായി മക്കളെ വളർത്തി ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ അതിഥിയെ പോലെ നമുക്ക് ഏവർക്കും ഓരോ കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.